ഹായ് ഗായ്സ്, അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിക്സ് ഡെയിലി വ്ളോഗ്സ്. ഇന്നത്തെ നമ്മുടെ കുക്കിംഗ് വ്ളോഗിൽ ഇന്ന് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു അടിപൊളി കൊഞ്ചുകറിയാണ് കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം ഒരു ചട്ടി എടുത്ത് നമുക്ക് ചൂടാക്കാൻ വെക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണയൊക്കെ ചൂടായി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് 1 സ്പൂൺ കടുക് നമുക്ക് ആഡ് ചെയ്യാവേ. കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു നുള്ള് ഉലുവയാണ് കേട്ടോ. ഉലുവയും കൂടി നമ്മൾ നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. അതൊക്കെ ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 4 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, ഒരു 10-15 ചെറുള്ളി, ഒരു 8 അല്ലി വെളുത്തുള്ളി എന്നിവ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ആഡ് ചെയ്താൽ നമുക്കിത് വേഗം ഗോൾഡൻ കളറായി കിട്ടാൻ സാധിക്കും. നന്നായി ഗോൾഡൻ കളർ ആകുന്നിടം വരെ നമുക്ക് ഇത് നന്നായി ഇളക്കി കൊടുക്കണം. ഏകദേശം ഇതുപോലെ ഒന്ന് ഗോൾഡൻ കളർ ആയാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഒരു മീഡിയം സൈസുള്ള തക്കാളിയാണ് കേട്ടോ. തക്കാളി ചേർത്തതിന് ശേഷം നന്നായി മിക്സാക്കി കൊടുക്കണം. നന്നായിട്ട് നമുക്ക് ഉടഞ്ഞ് കിട്ടുന്ന പരുവത്തിൽ വേണം നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ. ഏകദേശം ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 സ്പൂൺ മുളക് പൊടിയും, 2 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഈ മസാലകളുടെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ നമ്മൾ നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കണം. മസാലകളുടെ പച്ചമണമൊക്കെ മാറി കിട്ടിയാൽ നമുക്കിതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളി ഞാൻ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാനിത് അരിച്ചിട്ടാണ് ചേർക്കുന്നത്. പുളി ചേർത്ത് കഴിഞ്ഞാൽ മസാലകളായിട്ട് നല്ലോണം യോജിക്കുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുത്താൽ പിന്നെ അത് കുറച്ച് സമയം ഒന്ന് തിളയ്ക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ ഞാനിപ്പം വെള്ളം ആഡ് ചെയ്യും കേട്ടോ. ഈ ഒരു ചെറിയ കപ്പിന് ഒരു 1.25 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത്. വെള്ളം ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കാം കേട്ടോ. ഉപ്പൊക്കെ പാകാണെന്ന് നോക്കിയിട്ട് ഇത് നമുക്കൊന്ന് കുറച്ച് നേരം തിളയ്ക്കാനുള്ള സമയം കൊടുക്കാവേ. തിളച്ചിട്ട് മാത്രമേ നമ്മൾ കൊഞ്ച് ആഡ് ചെയ്യുന്നുള്ളൂ. ഞാനിപ്പം ഇവിടെ 1 കിലോ കൊഞ്ചാണ് കേട്ടോ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. തിളച്ചതിന് ശേഷം ഡയറക്റ്റായിട്ട് നമ്മൾ കൊഞ്ച് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. കൊഞ്ച് ആഡാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി നമ്മളിതൊന്ന് അടച്ച് വെച്ച് വേവിക്കണേ. ഇതിപ്പോൾ അത്യാവശ്യം വലിയ കൊഞ്ചായതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും കേട്ടോ വേവാൻ വേണ്ടിയിട്ട്. കൊഞ്ച് ഓവർ കുക്ക് ആയാൽ കുറച്ച് റബ്ബർ പോലെ ഇരിക്കും. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വെള്ളമൊക്കെ ആവശ്യത്തിനുണ്ടോയെന്ന് നോക്കണം. പിന്നെ കൊഞ്ചിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങും കേട്ടോ. നമുക്ക് വീണ്ടും കുറച്ച് നേരോടെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം പിന്നീട് ഞാൻ ഓപ്പൺ ചെയ്ത് തന്നെയാണ് വെക്കുന്നത്. ഒരു കുറച്ച് വെള്ളം നമുക്കൊന്ന് ഓപ്പൺ ചെയ്തൊന്ന് പറ്റിച്ചെടുക്കാം. വെള്ളമൊക്കെ ഒന്ന് കുറച്ച് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു 3/4 കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത്. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ സമയം കൊടുക്കരുത്. കാരണം പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഏകദേശം ആ തേങ്ങാപ്പാലൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ ഏകദേശം നമ്മുടെ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പം അത്യാവശ്യം ചാറൊക്കെ ഉണ്ട്. പിന്നെ തേങ്ങാപ്പാൽ ആഡ് ചെയ്താൽ കുറച്ച് ടൈം ഇരുന്നാൽ അത് നന്നായിട്ട് കുറുകി നല്ല തിക്കായിട്ടുള്ള ചാറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കൊഞ്ചുകറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. അതുപോലെ തന്നെ ഇതൊരു ഈസി റെസിപ്പിയാണ്. അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.